എത്ര കാലം നിങ്ങളുടെ അക്രമരാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? CPMന്റെ ക്രൂരവാഴ്ചയ്ക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് അച്ചുമ്മൻ. കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു അച്ചുമ്മന്റെ വിമർശനം. എന്തിനാണ് CPM ഇപ്പോൾ ബോംബുണ്ടാക്കുന്നത്? തോൽക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴാണ് നിങ്ങൾ അക്രമം അഴിച്ചുവിടുന്നത്. എത്ര കാലം നിങ്ങളുടെ അക്രമരാഷ്ട്രീയം കണ്ട് സഹിച്ചു നിൽക്കണം? എത്ര അമ്മമാർക്കാണ് മക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? കൃപേഷ് ലാലിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകങ്ങൾ ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ ചെയ്ത് നിങ്ങൾ കൊന്ന അരിയൽ ഷുക്കൂറിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആൾക്കൂട്ട വിചാരണ പരമ്പരയുടെ തുടർച്ചയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം, അച്ചുമ്മൻ പറഞ്ഞു. അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് അച്ചുമ്മൻ പറയുകയും ചെയ്തു. അപ്പയ്ക്ക് ഒരു നിയമമുണ്ട്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാത്രം മതിയെന്നായിരുന്നു. പലർക്കും വന്നു കയറാനുള്ളതല്ല KPCC. തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചാണ്ടി ഉമ്മനുണ്ട്. തങ്ങളുടെ കുടുംബത്തിലെ രാഷ്ട്രീയക്കാരൻ ചാണ്ടി ഉമ്മനാണ്. മറ്റാർക്കും ഈ പറഞ്ഞ തനിക്കും പ്രസക്തിയില്ലെന്ന് അച്ചുമ്മൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കും എന്ന ഭയം കൊണ്ടാണ് CPIM ഇപ്പോൾ ബോംബുണ്ടാക്കുന്നതെന്നാണ് അച്ചുമ്മൻ പറഞ്ഞത്. 51 വെട്ടുകിട്ടിയ TP ചന്ദ്രശേഖരന്റെ മുഖം ഓർമ്മ വരുന്നുവെന്ന് പറഞ്ഞു. കുട്ടി സഖാക്കന്മാരെ അഴിച്ചുവിട്ടാൽ നാടിന്റെ ഭാവി എന്തായിരിക്കും? അക്രമം കാണിക്കാൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തതെന്നും അച്ചുമ്മൻ പറഞ്ഞു. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ സംസാരിക്കുകയായിരുന്നു അച്ചുമ്മൻ. CAA വിഷയത്തിൽ BJPയുടേത് ബ്രെയിൻ വാഷിംഗ് ടെക്നിക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് BJPക്കും CPIMനും ഷോക്ക് ട്രീറ്റ്മെന്റ് ആകണം. കഴിഞ്ഞ തവണ 19 സീറ്റ് കിട്ടി, ഇത്തവണ 20 ആക്കണം. തോൽവിയിലൂടെ ഇരുകൂട്ടരും ആത്മപരിശോധന നടത്തണം. തോറ്റാലും BJPക്കാരും CPIMും രാജ്യത്തു തന്നെ ഉണ്ടാകണം. ഇന്ത്യയിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണമെന്നും അച്ചുമ്മൻ പറഞ്ഞു. കേന്ദ്രത്തിലും കേരളത്തിലും ജനവിരുദ്ധ സർക്കാരാണ്. ഇടത് സർക്കാരിൻ്റേത് വലിയ ധൂർത്താണ്. സർക്കാർ സുപ്രീം കോടതിയിൽ പോയി നാണം കെട്ടുവെന്നും അച്ചുമ്മൻ വിമർശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗി പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ സർക്കാർ അതിജീവിതയ്ക്കൊപ്പമല്ല, ക്രിമിനലുകൾക്ക് ഒപ്പമാണ്. മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും അച്ചുമ്മൻ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും CPMനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അച്ചുമ്മൻ പ്രതികരിച്ച് എത്തിയത്. താൻ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് അച്ചുമ്മൻ ഉറപ്പ് പറയുകയും ചെയ്തു. ഇടത് സർക്കാരിൻ്റേത് വലിയ ധൂർത്താണെന്നും ജനവിരുദ്ധ സർക്കാരാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അച്ചുമ്മൻ വ്യക്തമാക്കി.